ഹായ് ഹലോ നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് ടു ആൾ. ഇപ്പോൾ ഞങ്ങളുള്ളത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ മുകളിലാണ് കേട്ടോ. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. ദൂരെ ഒരു മലയിലൂടെ മഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇത്. രാവിലെ നേരത്തെ തന്നെ ജോഗിങ്ങിന് വന്നതാണ്. ഡാമിൻ്റെ മുകളിലൂടെ ഒരു 7:15 വരെയൊക്കെ നമുക്ക് ജോഗിങ്ങിന് അലോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഗേറ്റ് അടയ്ക്കും കേട്ടോ. രാവിലെ നേരത്തെ ജോഗിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. അതിന് ശേഷം മീൻ വാങ്ങിക്കാൻ കിട്ടും ഇവിടുന്ന്. മീൻ നല്ല ഡാമിലെ ഫിഷ് കിട്ടും. അപ്പോൾ അതുകൂടെ വാങ്ങിച്ചിട്ടാണ് സാധാരണ ഞങ്ങൾ വീട്ടിൽ പോകാറ്. വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണയൊക്കെ അങ്ങനെയൊക്കെ വരാറുള്ളൂ കേട്ടോ. ഇത്തവണ കാഞ്ഞിരപ്പുഴയിലോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇരുമ്പകച്ചോല കൂടെ കാണാമെന്ന് വിചാരിച്ചു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് രണ്ടും. ഈ ഭാഗത്തു കൂടെയൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെയുള്ള ഈ പുഴകളൊക്കെ ഒഴുകിയിട്ടാണല്ലോ ഡാമിലോട്ട് വരുന്നത്. നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലം കേട്ടോ. ചെറിയൊരു മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ പോകണം, എന്നാലേ പ്രകൃതിയുടെ ഒരു വൈബൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. രാവിലെ നേരത്തെ പോയിട്ടില്ലെങ്കിൽ ചൂടൊക്കെ തുടങ്ങിയാൽ അത്ര ഒരു സുഖം തോന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങും കേട്ടോ. ഓഫീസ് ടൈമൊക്കെ ആകുമ്പോഴേക്കിനും തിരിച്ചെത്തുന്ന രീതിയിലാണ് പോകാറ്. ഇരുമ്പകച്ചോലയിലോട്ടുള്ള റൂട്ടാണ് അടിപൊളി. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഓഫ് റൈഡിങ് ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ എത്തിയത് ഒരു അരുവി ഒഴുകുന്ന സ്ഥലത്താണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് സമയം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഈ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു അനുഭവമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം, എന്നാലേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിവിടെ ഇനി തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. ഏതൊരു സ്പോട്ടിൽ പോവുകയാണെങ്കിലും അവിടുത്തെ നാടൻ കടയിൽ കയറിയിട്ട് ഒരു ചായ കുടിക്കുക എന്നുള്ളത് ഫൈസൽക്കയുടെ ശീലമാണ് കേട്ടോ. അപ്പം നല്ല തണുപ്പിൽ നല്ല ആവി പറക്കുന്ന ഒരു ചായ കൂടെ. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും കാണാം. Thanks for watching. Thank you.